22nd question. A certain farming organization operates 3 farms of comparable productivity. The output of each farm is limited both by usable acreage and by the amount of water available for irrigation. The data for the upcoming season is as shown below. ഇപ്പോൾ ഫാമും ഓരോ ഫാമിലും യൂസബിൾ ആയിട്ടുള്ള ഏക്കറേജും അവൈലബിൾ വാട്ടർ ഇൻ ക്യൂബിക് ഫീറ്റും തന്നിട്ടുണ്ട്. The organization is considering planting crops which differ primarily in their expected profit per acre and in their consumption of water. Further, the total acreage that should be devoted to each of the crop is limited by the amount of appropriate harvesting equipment available. അപ്പം ക്രോപ്പിന് വെച്ച് അനുസരിച്ചുള്ള ഓരോ ക്രോപ്പിനും മാക്സിമം എത്ര ഏക്കർ നമുക്ക് പറ്റും, ആ ഓരോ ഏക്കറിനും ഓരോ ക്രോപ്പിനും വരുന്ന വാട്ടർ കൺസപ്ഷനും അതിന്റെ എക്സ്പെക്ടഡ് പ്രോഫിറ്റുമാണ് അടുത്ത ടേബിളിൽ തന്നേക്കുന്നത്. In order to maintain a uniform workload among the 3 farms, it is the policy of the organization that the percentage of the usable acreage planted be the same for each farm. However, any combination of the crops may be grown at any of the farms. The organization wishes to know how much of each crop should be planted at the respective farms in order to maximize expected profit. അപ്പം യൂണിഫോം വർക്ക്ലോഡ് ആണ് എല്ലാ ഫാമിലും വേണ്ടത്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് യൂസബിൾ ഏക്കറേജ് ഓരോ ഫാമിലേതും ഈക്വൽ ആയിരിക്കണം. അപ്പം നമ്മൾ മൊത്തം എത്ര ഏക്കർ ഉണ്ടോ അത് ബൈ യൂസബിൾ ഏക്കറേജ് എല്ലാത്തിൻ്റെയും ഈക്വൽ ആയിരിക്കണം. അതും കൂടെ നമ്മൾ നോക്കിപ്പോണം. അപ്പം നമുക്ക് ആദ്യം ഡിസിഷൻ വേരിയബിൾസ് ഡിഫൈൻ ചെയ്യണം. അപ്പം ഇവിടെ ഫാം 3 ഉണ്ട്, 3 തരം ക്രോപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് XIJ എന്ന് കൊടുക്കാം. ലെറ്റ് XIJ ഈസ് ഈക്വൽ ടു number of acres. Let Xij equal to number of acres to be allocated to crop I. അത് 3 ഉണ്ട്. I equal to 1, 2, 3. crop ABC നമ്മൾ 1, 2, 3 എന്ന് വിളിക്കുവാണ്. To farm 3 ഉണ്ട്. J is equal to 1, 2, 3. To farm J where J is equal to 1, 2, 3. അപ്പോൾ നമ്മൾ XIJ be the number of acres to be allocated to crop I to farm J എന്ന് എടുത്തു. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയെ ഒന്നും കൂടെ ടേബിളിലോട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഒന്നും കൂടെ ക്രോപ്പ് ഇപ്പുറത്തെ ഫാം നമുക്ക് 1, 2, 3 ഓരോ ക്രോപ്പിന്റെ ക്രോപ്പ് റിക്വയർമെന്റ്, വാട്ടർ റിക്വയർമെന്റ്, ഓരോ ക്രോപ്പിന്റെ വാട്ടർ റിക്വയർമെന്റ്. ഇത് ഏക്കർ റിക്വയർമെന്റ് ആണ്. ഇത് ഇൻ ഏക്കേഴ്സ് നമുക്ക് എഴുതാം, ഇൻ ക്യൂബിക് ഫീറ്റ്. പിന്നെ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് പെർ ഏക്കർ. ക്രോപ്പ് എ, ബി, സി. പിന്നെ യൂസബിൾ ഏക്കറേജ് ഉണ്ട് ഓരോ ഫാമിൻ്റെയും. യൂസബിൾ ഏക്കറേജ്, വാട്ടർ അവൈലബിൾ പെർ ഏക്കർ, അപ്പം ഇനി നമുക്ക് ഇത്തരം കാര്യങ്ങളാണ് വരയ്ക്കേണ്ടത്. അപ്പം ഫാം 1 എ ഫസ്റ്റ് ക്രോപ്പ് ഫസ്റ്റ് ഫാം X11 ആണുള്ള വേരിയബിള്. ഫസ്റ്റ് ക്രോപ്പ് സെക്കൻഡ് ഫാമിൽ X12, X13. ഇനി സെക്കൻഡ് ക്രോപ്പ് ആയതുകൊണ്ട് ഫസ്റ്റ് ഫാം ആയതുകൊണ്ട് 1, ക്രോപ്പ് 2 X21, X22, X23. ഇനി തേർഡ് ക്രോപ്പ് ആയതുകൊണ്ട് X31, X32, X33. യൂസബിൾ ഏക്കറേജ് ഫാം 1ന്റെ യൂസബിൾ ഏക്കറേജ് 400, ഫാം 2ന്റേത് 600, ഫാം 3യുടേത് 300. ഇത്ര നമുക്ക് തന്നിട്ടുണ്ട്. ഇനി വാട്ടർ അവൈലബിള് ഫസ്റ്റ് ഫാമിൽ 1500, സെക്കൻഡ് ഫാമില് 2000, തേർഡ് ഫാമില് 900. ഇനി ക്രോപ്പ് റിക്വയർമെന്റ് ഉണ്ട്. ക്രോപ്പ് റിക്വയർമെന്റ് ഫസ്റ്റ് ക്രോപ്പിന്റെ മൊത്തം മാക്സിമം 700 ആണ്. സെക്കൻഡ് ക്രോപ്പിൻ്റെത് 800 ആണ്. തേർഡ് ക്രോപ്പിൻ്റെത് 300 ആണ്. ഇനി വാട്ടർ റിക്വയർമെന്റ് ക്രോപ്പ് എയുടേത് വാട്ടർ കൺസപ്ഷൻ തന്നിരിക്കുന്നത് 5, 4, 3 ക്യൂബിക് ഫീറ്റ് ആണ് തന്നിരിക്കുന്നത്.
ഇനി പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 4000 per acre, 3000 per acre and 1000 per acre. ഇത്രയും ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഇത് ഫില്ല് ചെയ്യണം. അപ്പം നമുക്ക് ഡിസിഷൻ വേരിയബിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്പർ ഓഫ് ഏക്കേഴ്സ് ടു ബി അലോക്കേറ്റഡ് ടു ക്രോപ്പ് ഐ ടു ഫാം ജെ ആണ് നമ്മൾ വേരിയബിൾ ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത്. നമുക്ക് അതിന്റെ LP മോഡൽ എഴുതാം. നമുക്ക് എന്താണ് മാക്സിമൈസ് ചെയ്യേണ്ടത്? മാക്സിമൈസ് ദ ടോട്ടൽ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. അപ്പൊ ഇതിനെയാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. LP മോഡൽ മാക്സിമൈസ് നെറ്റ് പ്രോഫിറ്റ് Z is equal to, ഇപ്പൊ നമുക്ക് 4000 വരുന്നത് ക്രോപ്പ് എയുടെ പ്രോഫിറ്റ്. ക്രോപ്പ് എ മൊത്തം എത്ര ഏക്കർ ഉണ്ട്? ഫസ്റ്റ് ഫാമിൽ X11, സെക്കൻഡ് ഫാമിൽ X12, തേർഡ് ഫാമിൽ X13. അപ്പം ടോട്ടല് 4000 ഇൻറ്റു X11, X12, X13 അത്രയാണ് ക്രോപ്പ് എയുടെ വരുന്നത്. ഇനി ക്രോപ്പ് ബിയുടെ 3000 എന്ന് പറയുമ്പം 3000 ഇൻറ്റു X21, X22, X23 പ്ലസ് 1000 ഇൻറ്റു X31, X32, X33. ഇതാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം വരാവുന്ന കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ക്രോപ്പ് റിക്വയർമെന്റ് ആണ്. അപ്പം നമുക്ക് ഇത്ര മാക്സിമം 700 അല്ലേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നമ്മൾ എത്ര ഏക്കേഴ്സ് ഉണ്ടെങ്കിൽ 700 ഏക്കറെ മൊത്തം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മൊത്തം കൂടെ സം ചെയ്യുമ്പോൾ ലെസ് ദാൻ 700 ആയിരിക്കണം. ഇത് മൊത്തം കൂടെ ചെയ്യുമ്പോൾ ലെസ് ദാൻ 800 ആയിരിക്കണം. ഇത് മൊത്തം കൂടെ ചെയ്യുമ്പോൾ ലെസ് ദാൻ 300 ആയിരിക്കണം. അതാണ് ആദ്യത്തെ സെറ്റ് കൺസ്ട്രെയിൻ വരുന്നത്. ക്രോപ്പ് റിക്വയർമെന്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പം X11 പ്ലസ് X12 plus X13 less than or equal to 700. X21, X22, X23 less than or equal to 800. X31, X32, X33 less than or equal to 300. ഇത് ക്രോപ്പ് റിക്വയർമെന്റ് ആണ്. തന്നിരിക്കുന്ന ക്രോപ്പ് റിക്വയർമെന്റ്. ഇനി നമുക്ക് അവൈലബിൾ ഏക്കർ ഉണ്ട്. നമുക്ക് അവൈലബിൾ ഏക്കർ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഫാമിൽ 400 അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് സം ചെയ്യുമ്പം X11, X21, X31 ഫസ്റ്റ് ഫാമിന്റെ സം ചെയ്യുന്നത് 400, സെക്കൻഡ് ഫാമിന്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 600, തേർഡ് ഫാമിന്റെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 300. അപ്പം നമുക്ക് അടുത്ത കൺസ്ട്രെയിൻ. അപ്പം നമ്മൾ മൊത്തം നമുക്ക് 3 കൺസ്ട്രെയിൻ കിട്ടി. ഇനി 3 കൂടെ കിട്ടും. അവൈലബിൾ ഏക്കറേജ് വരുമ്പം X11, X21, X31 ഫസ്റ്റ് ഫാമിൻ്റേത് 400 കുറവായിരിക്കണം. സെക്കൻഡ് ഫാമിൻ്റേത് X12, X22, X32 മാക്സിമം അത് 600 പറ്റത്തുള്ളൂ. പിന്നെ എന്താ X13, X23, X33 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 300. അത് ഏക്കർ, അവൈലബിൾ ഏക്കർ. ഇനി നമുക്ക് വാട്ടറിന്റെ ഒരു അവൈലബിലിറ്റി ഉണ്ട്. വാട്ടർ നമുക്ക് ഫസ്റ്റ് ഫാമിൽ അവൈലബിൾ ആയിട്ടുള്ളത് 1500 ആണ്. അപ്പം ക്രോപ്പ് എക്ക് 5ഉം ക്രോപ്പ് ബിക്ക് 4ഉം അല്ലേ. ഫസ്റ്റ് ഫാമിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ 1500 ആണ്. ക്രോപ്പ് എക്ക് അപ്പൊ ഫസ്റ്റ് ഫാമിലെ ക്രോപ്പ് എ X11 ഏക്കർ ഉണ്ട്. അപ്പൊ അത് 5 ഇൻറ്റു X11. ക്രോപ്പ് ബി 4 ടൈംസ് വേണം. അപ്പൊ 4x21 3x31 അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1500 ആയിരിക്കണം. അതുപോലെ തന്നെ ഇത് സം ചെയ്യുമ്പോൾ 5 ഇൻറ്റു ദിസ് പ്ലസ് 4 ഇൻറ്റു ദിസ് പ്ലസ് 3 ഇൻറ്റു ദിസ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2000 ആയിരിക്കണം. അങ്ങനെ നമുക്ക് 3 കൺസ്ട്രെയിനും കൂടെ വാട്ടർ അവൈലബിലിറ്റി വെച്ചിട്ട് വരും. അപ്പോൾ വാട്ടർ അവൈലബിലിറ്റി വെച്ചിട്ട് 5x11 പ്ലസ് 4x21 പ്ലസ് 3x31 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1500. അടുത്തത് 5x12, 4x22, 3x32 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2000. 5x13, 4x23 പ്ലസ്
3x33 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 900. ഇത് വാട്ടർ വെച്ചിട്ടുള്ള വാട്ടറിന്റെ കൺസ്ട്രെയിൻ വന്നു. ഇനി നമുക്ക് സോഷ്യൽ ഒരു ഈക്വാളിറ്റി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വാട്ടർ റിക്വയർമെന്റ്, ക്രോപ്പ് റിക്വയർമെന്റ്, അവൈലബിൾ ഏക്കർ ഇതെല്ലാം നമ്മൾ പറഞ്ഞു. മാക്സിമം പ്രോഫിറ്റ് ആണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ എല്ലാ ഫാമിലും യൂസ് ചെയ്യുന്ന ഏക്കേഴ്സ്, പെർസെൻറ്റേജ് ഓഫ് ഏക്കേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് നിൽക്കണം. അപ്പൊ അത് നമ്മൾ എടുക്കുവാണെങ്കിൽ അത് നമ്മൾക്ക് അവസാനത്തെ കൺസ്ട്രെയിൻ ആയിട്ട് 3 നമുക്ക് എടുക്കണം. ഫസ്റ്റ് ഫാമിലെയും സെക്കൻഡ് ഫാമിലെയും ഈക്വൽ ആയിരിക്കണം, സെക്കൻഡ് ഫാമിലെയും തേർഡ് ഫാമിലെയും ഈക്വൽ ആയിരിക്കണം, തേർഡും ഫസ്റ്റും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ മറിച്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടും. ഫസ്റ്റ് ഫാമിന്റെ കേസിൽ ഫസ്റ്റ് ഫാമില് നമ്മൾ പ്ലാൻ ചെയ്യുന്ന എത്ര ലാൻഡ് ഉണ്ട്? നമ്മൾ ഫസ്റ്റ് ഫാമിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഇത്രോ X11, X21, X31 അവൈലബിൾ ആയിട്ടുള്ളത് 400. അപ്പൊ ആ റേഷ്യോ X11 പ്ലസ് X21 പ്ലസ് X31 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവൈലബിൾ ആയിട്ടുള്ളത് 400. അപ്പൊ ഇത് 3 കൂടെ സം ചെയ്തിട്ട് 400 വെച്ച് ഡിവൈഡ് ചെയ്യണം. സെക്കൻഡ് ഫാമിലി ആണെങ്കിൽ ഇത് 3 കൂടെ ആഡ് ചെയ്തിട്ട് ബൈ 600, അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അതാണ് ആദ്യത്തെ സോഷ്യൽ ഇക്വാളിറ്റി വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഫാമില് X11, X21, X31 ഡിവൈഡ്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവൈലബിൾ ആയിട്ടുള്ളത് 400. സെക്കൻഡ് ഫാമില് നമ്മൾ യൂസ് ചെയ്യുന്ന X12, X22, X32 അവൈലബിൾ ആയിട്ടുള്ളത് 600. അപ്പൊ ഇത് ഈക്വൽ ആയിരിക്കണം. അതുപോലെ നമുക്ക് 3 ഉണ്ട്. ഫസ്റ്റും സെക്കൻഡും കൂടി ഇക്വേറ്റ് ചെയ്തു. ഇനി സെക്കൻഡും തേർഡും കൂടി ഇക്വേറ്റ് ചെയ്യണം. X12, X22, X32 ഡിവൈഡഡ് ബൈ 600 ഇസ് ഈക്വൽ ടു തേർഡ് ഫാമിന്റെ എന്ന് പറയുമ്പോൾ X13, X23, X33 ഡിവൈഡഡ് ബൈ 300. അപ്പൊ നമുക്ക് ഫസ്റ്റും സെക്കൻഡും കൂടെ ഇക്വേറ്റ് ചെയ്തു. സെക്കൻഡും തേർഡിന്റെയും യൂസേജ് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഇനി ഫസ്റ്റും തേർഡും കൂടെ, അപ്പൊ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യണം. X11, X21, X31 divided by 400 is equal to third one X13, X23, X33 divided by 300. ഇതാണ് സോഷ്യൽ ഇക്വാളിറ്റി. എല്ലാ ഫാമിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ അവൈലബിൾ. അതിന്റെ റേഷ്യോ എല്ലായിടത്തും സെയിം ആയിട്ടിരിക്കണം. അപ്പൊ ഫസ്റ്റും സെക്കൻഡും സെയിം, സെക്കൻഡും തേർഡും സെയിം, ഫസ്റ്റും തേർഡും. അപ്പൊ എല്ലാം കൂടെ നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിനും കൂടെ ഉള്ളൂ. Xij greater than or equal to 0 for I equal to 1, 2, 3, j equal to 1, 2, 3. ഇതാണ് കൺസ്ട്രെയിൻ ആയിട്ട് വരുന്നത്.